ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് നിന്റെ പോക്കറ്റിനെ ഊറ്റുന്നതല്ല, പകരം ദൈവകൃപയിൽ നിന്നെ ജ്വലിപ്പിക്കുന്നതാണ്. എന്നാൽ വേറെ ചിലവന്മാരുടെ മീറ്റിങ്ങിന് കയറി ചെല്ലുമ്പോൾ നിന്റെ ഉത്സാഹം പോകുകയാണ്, നിന്റെ പ്രാർത്ഥനാ ജീവിതം സ്തോത്രം അത് നശിക്കുകയാണ്, നിന്റെ ചിന്ത കാട് കയറുകയാണ്, അതുവരെ ചിന്തിക്കാത്തതായ പാപകാര്യങ്ങൾ നീ ചിന്തിക്കുകയാണ്, അതുവരെ ഇല്ലാത്ത ലോകമോഹം നിന്റെ അകത്ത് കയറുകയാണ്, അതുവരെ ഇല്ലാത്ത ബിസിനസ് മെൻറ്റാലിറ്റി വേക്കനാകുകയാണ്. എന്തോ കിട്ടും എന്തോ കിട്ടും എന്തോ കിട്ടും എന്തോ കിട്ടും എന്ന് പറയുന്ന വല്ലാത്ത ഒരു ഗ്രീഡിനെസ്, ഒരു അത്യാഗ്രഹം, പണത്തിന് വേണ്ടിയുള്ള ഒരു അത്യാഗ്രഹം നിന്റെ ഉള്ളിൽ സ്തോത്രം വ്യാപരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ബ്ലേഡ് കമ്പനി അല്ല ദൈവസഭ. എന്ത് കിട്ടും എന്നതല്ല സുവിശേഷം, എന്ത് കിട്ടും എന്നതല്ല. കുരുടൻ ബർത്തിമായി ചോദിക്കും, എടാ യേശുവിൻ്റെ പിന്നാലെ പോയോ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? എൻ്റെ പുതപ്പ് പോയി. റിയലി? അപ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയപ്പോൾ എന്തോ കിട്ടി, എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ബർത്തിമായി പറയും പുതപ്പ് പോയി. എടാ മോശെ, നീ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിയപ്പോൾ നിനക്കെന്ത് പോയി? അത് കൊട്ടാരം പോയി. സ്തോത്രം. അബ്രഹാമേ, നീ കർത്താവിൻ്റെ പിന്നാലെ പോകാനായി തീരുമാനം, നിനക്കെന്തോ പോയി? അത് മെസൊപ്പൊത്താമിയ വിട്ടു. പൗലോസേ, സ്തോത്രം, നീ യേശുവിൻ്റെ പിന്നാലെ പോകാൻ വേണ്ടി പോയി, നിനക്കെന്തോ പോയി? അത് ലാഭമായതെല്ലാം. സക്സസ്ഫുൾ മിനിസ്ട്രി എന്ന് പറയുന്നത് ചർച്ചിനെ കറവ പശു ആക്കുന്നതല്ല. ഇനി ചർച്ചിനെ കറവ പശുവാക്കി കമ്മീഷൻ എടുക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ തന്തൂരി ചിക്കനല്ല, തന്തൂരി വിശ്വാസിയായി അന്തസ്സായി നീ നരകത്തിൽ വേകാൻ വേണ്ടി പോകുകയാണ്. സോ റോങ് ദൈവദാസന്മാർ, റോങ് സുവിശേഷം, റോങ് പാസ്റ്റേഴ്സ്, റോങ് സഭകൾ ഇന്നും സ്തോത്രം വിശ്വാസികളെ വശീകരിക്കുമ്പോൾ, സെഡ്യൂസ് ചെയ്യുമ്പോൾ റൈറ്റായ ദൈവദാസന്മാരുണ്ട്. ദൈവകൃപയോടെ ജീവൻ കൊടുത്ത സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. ജീവൻ കൊടുത്ത്, ജീവൻ പണയം വെച്ച് ജീവിക്കുന്ന രക്തസാക്ഷികളായി ഇത്തരം ദൈവകൃപയോടെ മാതൃകാപരമായി ജീവിച്ച് ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, അവർക്ക് യൂട്യൂബ് ചാനൽ ഇല്ല. ലോകത്തിൽ അവർ അപ്രശസ്തരാണ്, പക്ഷെ സ്വർഗത്തിൽ അവർ പ്രസിദ്ധരാണ്.